നർവാണെ ഇങ്ങനൊരു അക്യൂസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈ ചൈന ഡിഡ്ന്റ് അറ്റാക്ക് us? എന്തേ ടാങ്കുകൾ നമ്മൾ ഇങ്ങോട്ട് വരാതിരുന്നു? സോ ചൈന ന്യൂ അവർ ഡിഫൻസ് വാസ് സോളിഡ്. ഇറ്റ് വാസ് നോട്ട് 62 സിറ്റുവേഷൻ അല്ല. 1962 ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്നുള്ളത് ചൈനയ്ക്കും അറിയാമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഗാൽവാനിലും അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ബോർഡറിലും എപ്പോഴും അടി നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതൊരു നമ്മൾ ട്രീറ്റിയാണ്, ഫയറിംഗ് ഉണ്ടാവില്ല എന്നുള്ളത്. അവിടെയും നമ്മുടെ പട്ടാളക്കാർ കട്ടയ്ക്ക് എന്നിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇന്ത്യനെ കണ്ടിട്ടാണ് ഇന്നിപ്പോൾ ഈ 22 കഴിഞ്ഞ് 2022 ശേഷം ഇത്രയും വർഷമായി എന്തേ ചൈന പിന്നെ ഗാൽവാന് ശേഷം ഇങ്ങോട്ട് വരാതിരുന്നു? ഗാൽവാൻ എന്നുള്ളത് എന്താണ് അതും ജനങ്ങൾ മനസ്സിലാക്കും. ഈ ഗാൽവാൻ എന്നുള്ള സ്ഥലം ചൈനയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് ആക്സസ്സായി എങ്ങോട്ട്? കാരക്കോറം റേഞ്ച് വഴിക്ക് പാകിസ്ഥാനിലേക്ക് ഡയറക്റ്റ് ആക്സസ്സായി. ആ ആക്സസ് കട്ട് ചെയ്യാനാണ് നമ്മൾ സിയാച്ചിനിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിയാച്ചിൻ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ചോദിക്കും, ഈ മഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് എന്തിനാണ് നിങ്ങൾക്ക് ഇത് അതങ്ങ് വിട്ടുകൊടുത്തൂടെ എന്നുള്ള ഇവിടുത്തെ പലരും ചോദിച്ചിട്ടുണ്ട്. ഈ ഒപ്പോസിഷൻ ലീഡറും ഗ്യാങ്ങൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ കിസ് കാം കെലി ഇതൊക്കെ ചോടുതേനാന്ന് പറഞ്ഞു. പക്ഷേ അതിന് ടാക്റ്റിക്കൽ ആയിട്ടുള്ള ചില സംഭവങ്ങളുള്ളതുകൊണ്ട് ആ സിയാച്ചിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചൈന ക്യാൻ ഹാവ് ആക്സസ് ത്രൂ ഗാൽവാൻ അക്സായ് ചിൻ കൂടെ കയറി സിയാച്ചിൻ വഴിക്ക് ഡയറക്റ്റ് ആക്സസ് ടു പാകിസ്ഥാൻ ആൻഡ് ബലൂചിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ അങ്ങനെയൊക്കെ പോവാം. ഇത് ഇവർക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? ഈ സിയാച്ചിനാണ്. നമ്മൾ എന്തിനാണ് അത് ഹോൾഡ് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഇവന്മാർ ഇങ്ങോട്ട് പാകിസ്ഥാനിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഇൻസെക്യൂർ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കും. നമ്മുടെ സെക്യൂരിറ്റി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. ഇപ്പം കാർഗിലിൻ്റെ ഓപ്പോസിറ്റിൽ ഗിൽഗിറ്റ് ഏരിയയിലെല്ലാം ഒരു പ്രശ്നമില്ല അവരെ കൊണ്ടൊന്നും. കാരണം വെച്ചാൽ അവർക്ക് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു വെപ്പൺ വെക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. ഉള്ളത് അവർ 1-2 ഗണ്ണുകളോടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അറ്റാക്കുകളായിരുന്നു നമ്മൾ കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതൊന്നും വലിയ ത്രെട്ടല്ല. അതിനൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നർവാണെ പറഞ്ഞിട്ടുള്ള പോയിന്റ്, ഹിയർ ഐ ആം കില്ലിങ് ഇറ്റ്.